കൊടുക്കാനുള്ളതാണോ? ഗുരുവായൂരപ്പന് കൊടുക്കാനായിട്ട് ഭഗവാനെ കദളിക്കൊല സമർപ്പിച്ചിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് വീണ്ടും ഇറങ്ങണം. ഭഗവാന് സമർപ്പിക്കാൻ എനിക്കല്ലേ പറ്റൂ. ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. അല്ല സുഹൃത്തുക്കളെ, പോവല്ലേ? ഈ നിങ്ങൾക്ക് മനസ്സിലായോ? ഗോപാലകൃഷ്ണൻ വളരെ വൃത്തിയായിട്ട് എന്തൊരു ഡയലോഗ് പറഞ്ഞിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നീല ഷർട്ടിട്ട് ചെങ്കാതി, നടുക്ക് കുറിയിട്ടൊരു ചെങ്കാതി, ഭയങ്കര ഭംഗിയായിട്ടൊക്കെ ചിരിക്കുന്നു. ഗോപാലകൃഷ്ണൻ ജി പറഞ്ഞ വാക്ക് ഒന്നുകൂടി കേൾക്കണേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലാക്കണമല്ലോ കാര്യങ്ങളൊക്കെ. ഗുരുവായൂരപ്പന് കൊടുക്കാനുള്ളതാണോ? ഗുരുവായൂരപ്പന് കൊടുക്കാനായിട്ട് ഭഗവാനെ കദളിക്കൊല സമർപ്പിച്ചിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് വീണ്ടും ഇറങ്ങണം. ഭഗവാന് സമർപ്പിക്കാൻ എനിക്കല്ലേ പറ്റൂ. ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്താ രസല്ലേ? നിങ്ങൾക്കത് മനസ്സിലായ സുഹൃത്തുക്കളെ? പച്ചയ്ക്കും വർഗീയത വിളമ്പുകയാണ് വീണ്ടും ഗോപാലകൃഷ്ണൻ. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. പോയിക്കോട്ടെ, എന്താ പ്രശ്നം? അവിടെ കദളിക്കൂല സമർപ്പിക്കുകയാണ്. വിശ്വാസപരമായിട്ട് ഹിന്ദുവായിട്ട് അദ്ദേഹം അത് ചെയ്തോട്ടെ, ആർക്കും പ്രശ്നമില്ല. അവിടെ വെച്ച് അവസാനിപ്പിക്കണം. പക്ഷേ അതിനൊപ്പം തന്നെ എനിക്കല്ല അതിന് പറ്റുള്ളൂ, മറ്റു രണ്ടുപേർക്കും പറ്റില്ലല്ലോ എന്ന് പറയുന്നത് വർഗീയതയാണ്. നമുക്ക് വേറെ ചിന്തിക്കാം. അവിടെ ഒരു മുസ്ലിമായ സ്ഥാനാർത്ഥി എന്ത് ചെയ്യുന്നു? ഹജ്ജിന് പോകുന്നു. ഹജ്ജിന് മുമ്പ് പറയാണ്, എനിക്കല്ല ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, ഗോപാലകൃഷ്ണന് ഹജ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വർഗീയതായ. എന്നാ അതിന്റെ വേറൊരു തെണ്ടിത്തരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ്, ഞാൻ മാസം കദളിക്കുല ഗുരുവായൂരപ്പന് ഞാൻ അവിടെ എന്റെ കാഴ്ചക്കുലായിട്ട് അവിടെ വെക്കാറുണ്ട്, അത് എന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അത് അവിടെ വെച്ച് അവസാനിക്കണമായിരുന്നു. പക്ഷേ അതിനൊപ്പം ഇതെനിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ, മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റില്ല. എന്താണ് ആ പരിപാടി? ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല. ഇയാൾ പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ മാത്രമാണ് നല്ല സ്ഥാനാർത്ഥികൾ, അതല്ലാത്തവരാരും നല്ല സ്ഥാനാർത്ഥികളല്ല. തുടക്കം മുതലേ ഗോപാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ എന്ന് പറയുന്നത് ഹിന്ദു പ്രദേശമാണെന്നും അവിടെ മുസ്ലിങ്ങളാണ് ഇത്രകാലം ഭരിച്ചതെന്നും ഇനി അവിടെ മുസ്ലിങ്ങൾ വേണ്ട, ഗുരുവായൂരപ്പൻ പറയുന്നു അവിടെ ഇനി ഹിന്ദു മതി എന്നാണ് ഗോപാലകൃഷ്ണൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് അതുപോലെ തന്നെ ഒരു പോസ്റ്റർ അടക്കം, ഒരു ഫ്ലെക്സ് അടക്കം ഒരു നാണവുമാനില്ലാതെ വെച്ചു എന്നുള്ളതാണ്. അതിലൊക്കെ ന്യായീകരണമാണ്. എന്ത് കേസ് വന്നാലും ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ വക്കീലാണ്, എനിക്ക് വാദിക്കാൻ അറിയാമെന്നാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു മാറ്റവുമില്ല. ഇനി ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ. സമർപ്പിക്കണ്ടേ? അപ്പൊ അത് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നേ. ഇത് തെരഞ്ഞെടുപ്പിനുള്ള കൈക്കൂലിയാണോ? കൈക്കൂലി എന്ന് പറയുന്നത് ഭഗവാന് കൊടുക്കാൻ പറ്റും. ഭഗവാൻ ഇങ്ങോട്ടാണ് തരണ്ടേ. നല്ല തരും. നമ്മുടെ ശരീരവും മനസ്സും. എന്റെ അഭിപ്രായത്തില് ഹിന്ദു മത വിശ്വാസി തീർച്ചയായിട്ടും ഭഗവാൻ കൊടുക്കും, നല്ല 8ന്റെ പണി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഞാന് ഇതിന്റെ താഴത്തുള്ള ചില കമന്റുകളൊക്കെ ഞാൻ വായിച്ചു നോക്കി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എജാതി കമന്റുകളാണെന്നറിയാവോ? ഒരു കമന്റ് പോലും ഈ ഗോപാലകൃഷ്ണനെ അനുകൂലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു കമന്റ് പോലും ഇല്ല. നോക്കിയേ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുണ്ടോന്ന് അറിയില്ല. ഞാൻ കഴിയുമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇടാം. എന്നിട്ട് ഭഗവാൻ തന്നെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഗോപാലകൃഷ്ണ, താനൊക്കെ വെറും മഴപ്പാഴാണെന്ന് ഭഗവാൻ നന്നായിട്ട് അറിയാം. നിന്റെ ഓഞ്ഞ കതിപ്പളം നോക്കി ഇരിക്കുകയല്ല ഗുരുവായൂരപ്പൻ, സ്വയം ചെറുതായി താൻ ഭൂമിയിൽ നിന്ന് മാഞ്ഞു വേകുമല്ലോടാ. ഗുരുവായൂർ മണ്ഡലത്തിൽ ഗുരുവായൂരപ്പന് ഹിന്ദുക്കളും മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന താങ്കൾക്ക് MLA ആകാൻ യോഗ്യതയുണ്ടോ? ഭഗവാന്റെ അടുത്ത് മുഖത്തെറിയാതെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ആരും മറ്റു മതസ്ഥരല്ല, ഈശ്വര ഹിന്ദു മതത്തിലെപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. രജിൻ ഗുരുവായൂരാണ് ഒരാള്, നിതിൻ കളരിക്കലാണ് ഒരാള്, ശ്രീ എന്ന് പറയുന്ന ഒരാള്, പിന്നെ അനൂപ് PC എന്ന് പറയുന്ന ഒരാള്, പിന്നെന്തുവാ നവീൻ ഗിരീഷ് എന്ന് പറയുന്ന ഒരാൾ, ഇങ്ങനത്തെ വാണക്കുറ്റി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരാൾ എഴുതിയിരിക്കുന്ന ഈ തൂറി എറിയണമെന്നൊക്കെ എഴുതിയിട്ട് ഞാനത് അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇയാൾ ജയിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടി മാത്രമായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റം പറയാൻ വരരുത്. ഇയാൾ ജയിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എന്തോ ഒരു മെമ്പറിന്റെ ഒരു പൂജാരിയുടെ ഒഴിവുണ്ട്, ആ ഒരു ഒഴിവിലേക്കാണ് ഇയാൾ മത്സരിക്കുന്നു തോന്നും. ഇയാളെ വർത്തമാനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഹിന്ദുക്കളെ മാത്രമാണ് ഇയാള് ഇത്ര കാലം വരെ ഇയാൾ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. ഗുരുവായൂർ മണ്ഡലത്തിൽ ഹിന്ദുക്കൾ മാത്രമാണോ? പറയും. ഇത് ഗുരുവായൂരത്തെ ആൾക്കാരെ പറയണ്ടേ.
ഇങ്ങനെ അതിതീവ്ര വർഗീയതമായിട്ട് ഒരാൾ വന്നു കയറുമ്പോൾ ചോദ്യം ചോദിച്ച് ഓടിപ്പിച്ച് വിടണ്ടേ? അത് ഈ പെൺകുട്ടിയെ നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. ഒക്കെ മതാണ് ഇയാൾക്ക്. ഉള്ളിടത്തെല്ലാം ഹിന്ദു MLA മാരെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഞാൻ പറയാലോ, പ്രശസ്തമായ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അല്ല ഗോപാൽജി, ഞാൻ പറയട്ടെ ഗോപാൽജി. എന്താ എനിക്ക് ഇഷ്ടമായി ന്യൂസ് കേരളത്തിന്റെ ആള്. ന്യൂസ് കേരളത്തിന് അങ്ങനത്തെ ഒരു വാർത്ത, ഒരു BJP വിരുദ്ധ വാർത്ത വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറിച്ച് പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷെ ഇവരത് വൃത്തിയായിട്ട് ചോദിക്കുന്നുണ്ട്. എല്ലാ അമ്പലമുള്ള സ്ഥലത്തൊക്കെ ഒരു ഹിന്ദു MLA മാര് മാത്രമേ പാടൂ എന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയായ പരിപാടിയാണോ? അത് ജനാധിപത്യ വിരുദ്ധമല്ലേ? നമ്മുടെ ഇന്ത്യ വിരുദ്ധ പരിപാടിയല്ലേ അത്? അവർ കൃത്യമായിട്ട് ചോദിക്കുന്നു. പക്ഷേ അവസാനം ഒരു ഓഞ്ഞ ഇളിച്ചിട്ട് ഒപ്പം കൂടി നിൽക്കുന്ന മറ്റു തീവ്രവാദികളുണ്ടല്ലോ, കുട്ടിസംഖ്യകൾ. ആ കുട്ടിസംഖ്യകളുടെ ഒരു അഭിപ്രായ പ്രകടനം കൂടി ഗോപാൽജി തേടുന്നുണ്ട്. നോക്കൂ. ഹിന്ദു ഉള്ളിടത്തെല്ലാം അങ്ങനെ ആവാൻ പറ്റുമോ? നമ്മൾ ഞാൻ അങ്ങനെ പറഞ്ഞോ? പറയാത്ത കാര്യം ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് കൊണ്ടെന്നല്ലേ? ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എത്രയോ പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട്. ആറ്റുകാലിൽ പൊങ്കാല നടക്കുമ്പോ അവിടെ ഇവര് കൃത്യമായിട്ട് ചോദിക്കുന്നത് ഇവരെ വികാരം കൂടി എടുക്കണമെന്ന് പറയാ. തൊട്ടപ്പുറത്തൊരു പ്രായം ചെന്നൊരു മനുഷ്യൻ ഗോപാൽജിയുടെയും BJPയുടെയും അതിതീവ്രമായിട്ടുള്ള ആരാധകനാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഗോപാൽജി ഒരു പുതിയ കണക്ക് കൊണ്ടുവരുന്നത്. അതാണ് നമ്മളുടെ കേരളം, അതാണ് മതേതര കേരളം. അതിന്റെ ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് ഡയലോഗാണ് പോയിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മതേതരം? ടെൽ മീ എന്ന് പറഞ്ഞൊരു ഡയലോഗ് പോയിട്ടുണ്ട്. ഉത്തരം അവരപ്പ കൊടുത്തില്ല. ഒന്ന് പറയേ. ഇനി ഞാൻ 2 ചോദ്യം അങ്ങോട്ട് ചോദിച്ചാ കുട്ടിപ്പെടും. ഇവിടെ കൃഷ്ണദാസ് മുനിസിപ്പൽ ചെയർമാനാണ്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ വളരാൻ കോൺഗ്രസ് നേതാവാ എന്നോട് ചോദിക്കേ. ഗുരുവായൂരുകാരനാ. എന്തിനാ തൃത്താലെ പറഞ്ഞേ? ഗീതാ ഗോപി നാട്ടിയ മത്സരിക്കുന്നുണ്ട്. ഗുരുവായൂരുകാരിയാ. എന്തിനാ നാട്ടിയ വിട്ടെ? ഗുരുവായൂർ മത്സരിച്ചു. ബേബി ജോൺ മാഷ് ഈ ഗുരുവായൂരുകാരനാ. എന്തിനാ മണലൂർ വിട്ടെ? കണ്ടില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അപ്പോ ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുന്ന ഒരാളല്ല തൊട്ടപ്പുറത്തുള്ള ആ ഒരു ചോദ്യം ചോദിക്കുന്ന ആള്. അത്യാവശ്യം വിവരമുണ്ട്. ഒരൊറ്റ ചോദ്യം നമ്മുടെ നരേന്ദ്രമോദിയെ കുറിച്ചിട്ട് പ്ലിംഗസ്യ നോക്കൂ. ഞാനൊരു 100 ഉദാഹരണം പറയാം. ഇതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവില്ല. അതിനൊക്കെ നിങ്ങൾ മതേതരത്വം പറയാനുള്ളതല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി എവിടുന്നാ മത്സരിച്ച? പ്രധാനമന്ത്രി ഗുജറാത്തിൽ നിന്നല്ലേ? പ്രധാനമന്ത്രി ഗുജറാത്തുകാരനാണല്ലോ. പ്രധാനമന്ത്രി എവിടെയാ മത്സരിച്ചത്? പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഏതാ ഗോപാലകൃഷ്ണൻ? പ്രധാനമന്ത്രി എവിടെയാ മത്സരിച്ചത്? ഞാൻ തൃശ്ശൂർക്കാരനാ. ഞാൻ ഇവിടെ അല്ല, അപ്പൊ BJPക്കാർക്ക് ഇതാവാമോ? പ്രധാനമന്ത്രി എവിടെയാ മത്സരിച്ചത്? പ്രധാനമന്ത്രി ഗുജറാത്തുകാരനാ, വാരണാസിയിലാണ് മത്സരിച്ചത്. കണ്ടില്ലേ? അതായത് ഇവർക്ക് ഇതെന്തും പറയാം. വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിന്ദുക്കളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മത്സരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി അവിടെ മത്സരിച്ചു. തീവ്ര ഹിന്ദുത്വം പറഞ്ഞിട്ട് ഹിന്ദുക്കളെ മാത്രം വോട്ട് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ടാണ് മത്സരിച്ചതെന്നർത്ഥം. മനസ്സിലാവണ്ട? ഇത്രയ്ക്ക് ചില രീതികളൊക്കെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊരു നാണവും മാനില്ലാതെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ കഷ്ടല്ലേ? ഇവർക്കിതൊന്നും ബോധ്യമാവാത്തതോ അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് നടിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയായാലും എന്റെ അഭിപ്രായ പ്രകാരം ഗുരുവായൂരപ്പൻ തന്റെ പ്രസാദത്തിൽ വീണ ഒരു വേസ്റ്റ് പോലെ എടുത്ത് കളയും. ബബായ്.